സിറിയൻ ആഭ്യന്തര പ്രതിസന്ധിക്ക് പരിഹാരം തേടുന്നതിനായി വിളിച്ചു ചേർത്തിട്ടുള്ള അന്താരാഷ്ട്ര സമാധാന സമ്മേളനത്തിലേക്ക് ഇറാനെ ക്ഷണിച്ച നിമിഷങ്ങൾക്കകമാണ് ഐക്യരാഷ്ട്രസഭ ക്ഷണം പിൻവലിച്ചത്. സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ നടക്കുന്ന സമ്മേളനത്തിലേക്ക് UN സെക്രട്ടറി ജനറൽ ബാൻ കി മൂണാണ് ഇറാനെ ക്ഷണിച്ചത്. എന്നാൽ സിറിയൻ പ്രസിഡന്റ് ബഷാറുൽ അസദിനെ പരസ്യമായി പിന്തുണയ്ക്കുന്ന ഇറാനെ സമ്മേളനത്തിലേക്ക് ക്ഷണിച്ച ഐക്യരാഷ്ട്രസഭയുടെ നടപടിയെ അമേരിക്ക അടക്കമുള്ള പടിഞ്ഞാറൻ ശക്തികളും സിറിയൻ പ്രതിപക്ഷവും എതിർത്തിരുന്നു. ഇറാൻ പങ്കെടുക്കുകയാണെങ്കിൽ സമ്മേളനം ബഹിഷ്കരിക്കുമെന്നവർ മുന്നറിയിപ്പ് നൽകി. ഏറെ ദിവസത്തെ ചർച്ചകൾക്ക് ശേഷം വോട്ടെടുപ്പിലൂടെ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ തീരുമാനിച്ച സിറിയൻ ദേശീയ സഖ്യവും ബഹിഷ്കരണ ഭീഷണി മുഴക്കി. 2012 ജൂണിൽ ജനീവയിൽ നടന്ന ആദ്യവട്ട ചർച്ചകളിലെ ധാരണകൾ അംഗീകരിക്കാൻ ഇറാൻ തയ്യാറായില്ലെന്നതാണ് ഇറാന്റെ സാന്നിധ്യത്തെ എതിർക്കുവാൻ കാരണം. ആദ്യ ജനീവ ചർച്ചയിൽ ബഷറുൽ അസദ് സ്ഥാനമൊഴിഞ്ഞ് രാഷ്ട്രീയ മാറ്റത്തിന് അവസരമൊരുക്കണമെന്ന് പാശ്ചാത്യ ശക്തികൾ ആവശ്യപ്പെട്ടിരുന്നു. 2012 ജനീവയിലുണ്ടായ ചർച്ചയിലെ ധാരണകൾ അംഗീകരിക്കാൻ ഇറാൻ തയ്യാറായാൽ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനെ പിന്തുണയ്ക്കാമെന്ന നിലപാടിലാണ് അമേരിക്ക. അതേസമയം ജൂണിൽ നടക്കുന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് ബഷറുൽ അസദ് അറിയിച്ചു. താൻ ഒരിക്കൽ കൂടി മത്സരിക്കണമെന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ എന്തിനു മടിച്ചു നിൽക്കണമെന്നും ടെലിവിഷൻ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ അസദ് ചോദിച്ചു. ന്യൂസ് ഡെസ്ക് മീഡിയ 1. تتعلق بمكافحة الإرهاب في سوريا.